ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? അപ്പം നമ്മുടെ നവീന് വീട്ടിൽ ചെന്ന് കല്യാണക്കാരെയൊക്കെ പറയുകയാണ്. അപ്പം നമ്മുടെ കീർത്തിയുടെ അമ്മയാണെങ്കിൽ പറയും, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ കീർത്തി എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നു. അപ്പം നമ്മുടെ നവീൻ പറയും, കീർത്തിയുടെ അടുത്ത് ഞാൻ ഓൾറെഡി എല്ലാം പറഞ്ഞിട്ടുണ്ട്, എന്തായാലും നാളെ രാവിലെ പെണ്ണ് കാണാൻ പോകണമെന്ന് പറയും. അങ്ങനെ നമ്മുടെ അവരെ വിളിച്ചിട്ട് സിദ്ധാരയെ വിളിച്ചിട്ട് കാര്യം പറയുകയാണ്. നാളെ രാവിലെ ഞങ്ങൾ അങ്ങ് വരുന്നു പറയുകയാണ്. അപ്പോൾ സിദ്ധാര പറയും, ഇത്ര പെട്ടെന്ന് ആ ശരി എന്ന് പറഞ്ഞാൽ മോളുടെ കയ്യിൽ കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഗാഥയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ പറയുന്നു, ഞാൻ നാളെ കാണാൻ വരും, ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടെ തരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഗാഥ പറയുന്നത്, എൻ്റെ ഇഷ്ടങ്ങളൊന്നും നിങ്ങൾക്കറിയില്ല, എന്തായാലും നാളെ അത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്ന് പറയുന്നു. അങ്ങനെ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു ടെക്സ്റ്റൈൽസ് ചെല്ലും. അപ്പോൾ ഒരു സാരി എടുക്കുകയാണ്. സാരി നമ്മുടെ കൃഷ്ണ അപ്പോൾ ആ ടെക്സ്റ്റൈൽസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണ ഒരു സാരി ഗാഥ ഒരു സാരി സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് തന്നെ നമ്മുടെ നവീൻ പോയി എടുക്കും. അപ്പോൾ തിരിച്ച് പിന്നെ അവർ വന്ന് നോക്കുമ്പോൾ ആ സാരി അവിടെ കാണില്ല. അപ്പോൾ സെയിൽസ് ഗേളിനോട് ചോദിക്കും സാരി അവിടെ. അപ്പോൾ പറയും, അത് ആ സാറ് പർച്ചേസ് എന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ അവിടെ വഴക്കൊക്കെ ആവുന്നു. എന്തായാലും നവീൻ അത് വാങ്ങി പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നവീനൊരു ഡൗട്ട് വരുന്നു, എന്തായാലും ഈ സാരി തിരിച്ചു കൊടുത്തേക്കാം, ഇനി അത് വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറയുന്നു. അപ്പോൾ തിരിച്ചു ചെല്ലുമ്പോഴത്തേനും നമ്മുടെ ഈ ഗാഥയും കൃഷ്ണയും സെയിം ഒരേപോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ സെയിൽസ് ഗേൾ ചെന്നിട്ട് നമ്മുടെ കൃഷ്ണയ്ക്കാണ് ഇത് കൈമാറുന്നത്. ആ സാരി തിരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റോക്കൊക്കെ എറണാകുളത്ത് എത്തിച്ചു കൊടുത്തില്ല, അതിൻ്റെ സന്തോഷത്തിന് വേണ്ടി തന്നായിരിക്കും. അപ്പോൾ കൃഷ്ണ അത് വാങ്ങിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ കഴിയുകയാണ്. പിന്നെ ഇവരെല്ലാവരും കൂടെ പെണ്ണ് കാണാൻ വീട്ടിലേക്ക് ചെല്ലുന്നു. അങ്ങനെ പെണ്ണ് കാണുന്ന സമയത്ത് നമ്മുടെ നവീൻ ഒരു ഫോൺ കോൾ വരുന്നു. അപ്പോൾ നവീൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറയുന്നു, ഞാൻ പോവുകയാണ്, ഒരു ബിസിനസ് മീറ്റ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ ഗാഥേനെ കാണാതെ തന്നെ നമ്മുടെ നവീൻ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഗാഥയുടെ അവർ വന്ന് എല്ലാവരും സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശി ചോദിക്കും, ജാതകം എടുപ്പുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ജാതകം ഉണ്ടെന്ന് പറയും. അങ്ങനെ ആ ജാതകം വാങ്ങിയിട്ട് നോക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കൃഷ്ണയുടെ ജാതകം അവിടെയുണ്ട്. അപ്പം തിരുമേനിക്ക് കൺഫ്യൂഷൻ ആയത് ഏതാണ് ജാതകം എന്നുള്ളത്. അപ്പോൾ തിരുമേനി കൃഷ്ണയുടെ ജാതകം വെച്ചാണ് പറയുന്നത്, ഭയങ്കര പൊരുത്തമുള്ള ജാതകമാണ്, ഇത് ചേരേണ്ട ജാതകം തന്നെയാണെന്നൊക്കെ പറയും. അപ്പോൾ ഇവരെല്ലാം ഞെട്ടും, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ജാതകമാണെന്ന് പറയും. അപ്പോൾ ഈ ജാതകം മാറിപ്പോകുന്ന ഇതൊക്കെയുണ്ട്, അതൊക്കെ നാളത്തെ എപ്പിസോഡിലാണുള്ളത്. അപ്പോൾ എല്ലാവരും നാളത്തെ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.